ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് രാത്രി 7:30 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ബസ്സിൽ കയറിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഞാനും മോളും എൻ്റെ അമ്മയും കൂടി മധുരയ്ക്ക് പോകാൻ ആണ് ഈ സമയത്ത് ഞാനിപ്പോൾ ബസ്സിലേക്ക് കയറിയത്. ആദ്യം എനിക്ക് ടെൻഷനായിരുന്നു, കാരണം കുറച്ചധികം സമയം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കേണ്ടി വന്നു. ബസ്സുകൾ ബ്ലോക്കായിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് വരെ പോകുന്നുള്ളൂ എന്നുള്ള ബോർഡ് വെച്ചിട്ട് വന്നുകൊണ്ടിരുന്നേച്ച്. പിന്നീട് ഞങ്ങൾ കണ്ടോ, ടൂറിസ്റ്റ് ബസ്, ഈ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. MLT ട്രാവൽസിൻ്റെ വളരെ കംഫർട്ടബിളായ ഒരു യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ച്, ഞങ്ങൾക്ക് താഴെയായിരുന്നു, മോൾക്ക് അപ്പറിലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഞങ്ങൾ മോളെ വിട്ടില്ല, കാരണം അവളും കൂടി ഞങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഒരു ഒരു സന്തോഷം കിട്ടില്ല. ഞങ്ങൾ 3 പേരും കൂടി നല്ല രീതിയിൽ എൻജോയ് ചെയ്തുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ അത്. എന്നിട്ട് കുറേ അധികം സമയം സംസാരിച്ചിരുന്നു, വീഡിയോ ഒക്കെ എടുത്തു, നന്നായി കിടന്നുറങ്ങി. പിന്നീട് നേരം വെളുത്തപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ മധുര ആ സ്ഥലത്ത് നമ്മൾ എത്തിയിരുന്നു. അവിടുത്തെ കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഭീമ ജ്വല്ലറിയുടെ പരസ്യം അതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ആ ഓട്ടോയിൽ വന്നിരുന്നില്ലേ, ആ ഓട്ടോക്കാരൻ ഞങ്ങളോട് വളരെ റഫായിട്ടാണ് പെരുമാറിയത്. പുള്ളി ഞങ്ങളെ ചീറ്റ് ചെയ്ത് 400 റുപ്പീസ് എടുത്തു. വെറും 5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ആ യാത്ര. അത് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു. ബസ്സിലെ സ്റ്റാഫാണെന്ന് കരുതി ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അപ്പോൾ പുള്ളി ഓട്ടോ ഡ്രൈവറായിരുന്നു. ഞങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലായില്ല, കാരണം പുള്ളിയുടെ കഴുത്തിലൊരു ടാഗൊക്കെ ഉണ്ടായിരുന്നു. ആ ടാഗൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ബസ്സിലെ ആരോ ആണെന്ന്. അപ്പോൾ ഞങ്ങളെ ഹോട്ടലിലാക്കാം എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു. പിന്നെ ഞങ്ങളോടത്ത് ഓട്ടോ ഡ്രൈവറല്ലേ, അപ്പോൾ നമുക്കത് കയറാം എന്ന് കരുതി. പക്ഷേ ഞങ്ങളെ 400 റുപ്പീസ് ചീറ്റ് ചെയ്തു. ശരിക്കും 150 വേണ്ടിയിരുന്ന സ്ഥാനത്താണ് 400 റുപ്പീസ്. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരു മോശം അനുഭവമാണ് ഉണ്ടായത്. പിന്നീട് ഞങ്ങൾ റൂമിലെത്തിയ കാഴ്ചയായിരുന്നു ഇതിനു മുമ്പ് കണ്ടത്. പിന്നീട് റൂമിൽ നിന്ന് ഫ്രഷായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലെത്തിയതാണ് കേട്ടോ. അപ്പം നല്ല സന്തോഷത്തിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്, ഞാൻ കഴിച്ചത് പൂരിയും വടയും ആയിരുന്നു. മോള് മസാല ദോശ, അമ്മ ഇഡ്ഡലി സാമ്പാർ, ഇതാണ് കഴിച്ചത്. അമ്മ വന്ന് റൂമിലെത്തി നൈറ്റിയാണ് ഇട്ടത്. പക്ഷേ അത് പിന്നീട് സാരി മാറ്റണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ അമ്മയെ ആ ഒരു വേഷത്തിൽ തന്നെയാണ് ഞങ്ങൾ 3 പേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. ഇപ്പോൾ ഇത് മോളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, എൻ്റെ അമ്മയുടെ. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് പോയി. ഇതിപ്പോൾ ഞാൻ എൻ്റെ മോളെ എടുത്തതാണ്. പാവം, മോളുടെ ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഈ യാത്ര പോകുന്നത് തന്നെ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഹസ്ബൻഡും മോനും അങ്ങനെ ഇല്ലാതെ പോകുന്നത്. ഞങ്ങൾ 3 പേരും മാത്രമായിട്ടുള്ളൊരു ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു യാത്രയാകലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ മോളുടെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഒരു നല്ലൊരു സാരിയാണ് അത്, മഞ്ഞ കളറിലെ, അതിന് യോജിച്ച ഒരു ബ്ലൗസും. അപ്പോൾ മുല്ലപ്പൂവൊക്കെ ചൂടി സുന്ദരിക്കുട്ടിയായിട്ട് എൻ്റെ മോള് വന്നു കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ഞാനെടുത്തതെന്ന് വെച്ചാൽ അത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നതല്ല. നല്ല കാറ്റായിരുന്നു ഞങ്ങൾ ഇറങ്ങിയ ടൈമിന്. കാറ്റത്ത് ഞാൻ വീഡിയോ എടുക്കണ കാര്യം പെട്ടെന്ന് മറന്നുപോയി. ഞാനപ്പോൾ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ കയ്യിൽ കുട ഉണ്ടായിരുന്നു. കുട പറന്നപ്പോൾ അത് കുട നേരെയാക്കിക്കൊണ്ട് പിന്നീട് ഫോണിൻ്റെ ഇത് ഇങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഞാൻ വീഡിയോ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നേച്ച് ഒട്ടും വേസ്റ്റാക്കാതെ, സമയം പാഴാക്കാതെ. പക്ഷെ ഇങ്ങനെയുള്ള ഇതിലാണ് വീഡിയോ കിട്ടുന്നതെന്ന് ഞാനിത് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ ഓർത്ത് അബദ്ധം പറ്റിയതും കാണിക്കാം.
ഇതിനി തിരിച്ച് നേരെ ആക്കിയൊന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് കരുതി. ഇതും ഒരു വെറൈറ്റി അല്ലേ അല്ലേ? രസമുണ്ട് ഇങ്ങനെയൊക്കെ കാണാനായിട്ട്, ഒരു അനുഭവം. പിന്നെ ഞങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി പോണേണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഉള്ള കടകളിലൊക്കെ കയറി ആവശ്യമുള്ള കുറച്ച് വളകൾ, മാലകൾ ഇതൊക്കെ ഞങ്ങൾ വാങ്ങിയിരുന്നു. പിന്നെ എനിക്കൊരു മോതിരം വാങ്ങി, ഒരു പേഴ്സ് വാങ്ങി, മോൾക്ക് 2 സെറ്റ് കുപ്പിവള വാങ്ങി. എനിക്ക് ഞാനെടുത്ത സാരിയുടെ കളറ് വള നോക്കിയിട്ട് ആ കളറ് എങ്ങും തന്നെ കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴാനായിട്ട് അമ്പലത്തിലെത്തി. പിന്നെ അവിടെ നമ്മൾ മൊബൈല്, നമ്മുടെ കയ്യിലുള്ള ബാഗ് ഇതൊക്കെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല അസാമാന്യമായ തിരക്കായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ മൊബൈലൊക്കെ ഞങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച്, പക്ഷേ ഞങ്ങളുടെ കയ്യിലുണ്ടായ കുടയും ബാഗും വെക്കാൻ ചെന്ന സ്ഥലത്ത് അവിടെ ഫില്ലായി. പിന്നെ അവിടെ ടോക്കൺ തീർന്നു പോയി. ആയതിനാൽ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇനി ഇവിടെ വയ്ക്കാൻ പറ്റില്ല, ടോക്കൺ തീർന്നു, ഇവിടെ ഫില്ലാണ്, സ്ഥലമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുടയും ഒരു കുപ്പി വെള്ളവും ആണ് ആ ബാഗിലുള്ളത്, പിന്നെ റൂമിൻ്റെ കീയും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് കൊണ്ടുപോകാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവർ കടത്തി വിടുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോൾ സ്റ്റാഫ് പറഞ്ഞു അമ്പലത്തിലേക്ക് അംബ്രല്ല, കുട അലൗഡ് അല്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ തിരിച്ചു കൊണ്ട് അവിടെ വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കൊണ്ടുവരേണ്ടി വന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവരിരുന്ന സ്ഥലത്ത് ഒരു ഇതിൽ ഞങ്ങൾ തൂക്കിയിട്ടു ബാഗ്. അപ്പോൾ ആ ബാഗ് ഇനി നഷ്ടപ്പെടുമോ, വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ, അങ്ങനെയുള്ളൊരു ചിന്ത ഇല്ലാതില്ല. എന്നാലും മധുര മീനാക്ഷി അമ്മയെ സാക്ഷി നിർത്തി ഞാൻ ആ ബാഗ് അവിടെ ഇട്ടു. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സാധനങ്ങളൊന്നും നഷ്ടപ്പെടില്ല, അമ്മ ഞങ്ങളെ രക്ഷിക്കും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ, അവിടെ വയ്ക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു, അതുകൊണ്ടല്ലേ നമ്മൾക്ക് അങ്ങനെ വന്നത്. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി കേട്ടോ. തൊഴുതിറങ്ങി ഫസ്റ്റ് തന്നെ ആ ബാഗ് പോയി എടുത്ത് അത് കിട്ടിയപ്പോഴാണ് സമാധാനമായത്. എൻ്റെ മോള് ഓടി ചെന്ന് ബാഗ് എടുത്തപ്പോൾ അവർ ചോദിച്ചു ഇത് എന്താ ആരുടെയാണ്? അപ്പം മോള് പറഞ്ഞു ഞങ്ങളുടെ തന്നെയാണ്, കുട ഉണ്ടായതുകൊണ്ട് അമ്പലത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ തൂക്കിയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ് ആ ബാഗ് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ അത് കിട്ടി, സമാധാനമായി. പിന്നീട് ഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണേണ്ട. പക്ഷേ ആകെ ഒരു ഇതായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വെയിലും നല്ല കാറ്റും പൊടിയും ഒക്കെ കൊണ്ട് ഇങ്ങനെ നമ്മളാകെ ക്ഷീണിച്ച് കുറേ നേരം ക്യൂ നിന്ന്. പിന്നീട് നമ്മൾ റൂമിലെത്തി ഫ്രഷായി തിരിച്ചു പോരണേണ് കേട്ടോ. നമ്മുടെ വണ്ടി നോക്കണേണ്. അന്നേരം നമ്മൾ രാവിലെ ഓട്ടോക്കാരൻ നമ്മളെ പറ്റിച്ചതുകൊണ്ട് യൂബർ ഓട്ടോയാണ് ഞങ്ങൾ വിളിച്ചത്. ആ പുള്ളി വളരെ കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. നല്ല രീതിയിൽ മാന്യമായ പെരുമാറ്റം. 138 രൂപയേ ആകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു 4.5 കിലോമീറ്റർ അപ്പുറം നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. തൊട്ടടുത്തുള്ള ഒരൊറ്റ ഓട്ടോക്കാരും എടുത്തില്ല. ഈ നമ്മൾ യൂബർ ഓട്ടോ വിളിച്ചിട്ട് ആരും തന്നെ എടുത്തില്ല. 4.5 കിലോമീറ്റർ അപ്പുറമുള്ള ഈ ഒരു പയ്യനാണ് എടുത്തത്. അത് പറഞ്ഞ് ഞാൻ ഇത്ര ദൂരെ നിന്ന് വന്നതുകൊണ്ട് 180 ആകും, തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മോള് പറഞ്ഞ് തരാം, കാരണം രാവിലെ നമുക്ക് 400 റുപ്പീസാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ 180 അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി വന്നു, ഓട്ടോയിൽ ഞങ്ങൾ കയറ്റി. പക്ഷേ ഞങ്ങൾ 180ക്ക് വരാൻ 200 റുപ്പീസ് സന്തോഷത്തോടു കൂടി കൊടുത്തു. എന്നിട്ട് എൻ്റെ മകളും എൻ്റെ അമ്മയും ആ നമ്മളുടെ ബസ്സിലേക്ക് MLT ട്രാവൽസ് അതിലിട്ട് കയറുന്നതാണ് കേട്ടോ ഇത്. പുറകെ ഞാനും ഉണ്ടേ. എന്നിട്ട് ഞങ്ങൾ കയറി. ഞങ്ങൾ ഇന്നലെ വന്ന ബസ് തന്നെയായിരുന്നു ഇത്. വീണ്ടും ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയ അതേ സീറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മോളുടെ മുകളിലുള്ള ബർത്ത് നമ്പർ വ്യത്യാസമുണ്ട്. പക്ഷേ ഞങ്ങളത് ബുക്ക് ചെയ്തെന്നേ ഉള്ളൂ.
അത് യൂസ് ചെയ്യൂല. കാരണം മോളൊറ്റയ്ക്ക് നമ്മൾ അങ്ങനെ വിടൂലല്ലോ, നമുക്കത് സാധിക്കില്ല. പൈസ പോണതല്ലല്ലോ, നമ്മുടെ കുട്ടി നമ്മുടെ അടുത്ത് തന്നെ വേണം. അവൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഓക്കെ, പക്ഷെ ഞാനും അമ്മയും ഉള്ളപ്പോൾ അവൾ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്കത് ഭയങ്കര വിഷമമാവും. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി കഥയൊക്കെ പറഞ്ഞിരിക്കണത് ഇത് ഇത് പുതിയതായിട്ട് എനിക്കെടുത്ത ചുരിദാറാണ് കേട്ടോ. വളരെ ലാഭത്തിന് കിട്ടി. 750 റുപ്പീസിൻ്റെ ചുരിദാർ 590ക്ക് ആ കടക്കാരൻ സന്തോഷത്തോടു കൂടി തന്ന്. അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടോ. പിന്നെ എൻ്റെ മകൾക്ക് ഒരു സാരി എടുത്തു, അവൾക്ക് ഇഷ്ടപ്പെട്ട സാരി. പക്ഷേ അത് വിത്ത് ബ്ലൗസ് ഉണ്ടായില്ല. മോള് പറഞ്ഞു വിത്ത് ബ്ലൗസ് വേണമായിരുന്നു, എനിക്ക് ഇതേപോലെ തന്നെയുള്ള സാരിയെ പോലെ തന്നെയുള്ള ബ്ലൗസ് എനിക്ക് വേണമായിരുന്നു അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ, വിത്ത് ബ്ലൗസ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഈ കളറിലുള്ള ബ്ലൗസ് എടുത്താൽ മതി, ബ്ലൗസ് പീസ് എടുത്താൽ മതി, അത് ശരിയാകും, നല്ല ഭംഗിയുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. ഇത് ഞാനെടുത്ത വീഡിയോയിൽ വരുന്ന കംപ്ലൈൻറ്റുകളാണ് കേട്ടോ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വീഡിയോ ഓണാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഇതും കാണുന്നത്. അപ്പം ഞാനോർത്ത് ഒരു വെറൈറ്റി അല്ലേ, ഇതും ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇതും ഞാൻ കളയാതെ എടുത്തു. കാരണം മധുരയ്ക്ക് പോയൊരു ഓർമ്മയിൽ എന്തെല്ലാം അബദ്ധങ്ങളും എന്തെല്ലാം നല്ല കാര്യങ്ങളും സംഭവിച്ചു അതെല്ലാം ഞാനിതിൽ ചേർക്കണേണ്. എനിക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടി. കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടോ, നമുക്ക് യാതൊരു വിരോധവും ഇല്ല. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഇതൊക്കെ കളയാതെ എടുക്കുന്നത്. പിന്നെ എൻ്റെ സാരിക്ക് യോജിച്ച വള എനിക്ക് കിട്ടി. അത് വാങ്ങി, ഇത് എൻ്റെ മകൾ എടുത്ത ആ ഒരു ഫോട്ടോ അവളെ. പിന്നെ ഞങ്ങൾ മൂന്നുപേരും ഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നെടുത്ത ഫോട്ടോ അമ്മയെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കണ്ട് തൊഴുവാനും അനുഗ്രഹം കിട്ടി എന്നുള്ള ആ ഒരു മനസ്സിന് ഒരു സാഫല്യത്തോടു കൂടി ഞങ്ങൾ മൂന്ന് പേരും തൃപ്തിയോടുകൂടി നിന്നെടുത്ത ഫോട്ടോയാണ്. അപ്പോൾ നല്ല കാറ്റ് വന്നിട്ടാ. അപ്പോൾ ആ സമയത്ത് അമ്മ ഇങ്ങനെ മുഖമൊക്കെ ഒന്ന് ചുളിച്ച് പിടിച്ച് കാറ്റ് വന്നപ്പോൾ അമ്മക്ക് കണ്ണിലോട്ടൊക്കെ പൊടി പോകണമുണ്ട്. ഞങ്ങൾ പക്ഷേ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണോണ്ട് കണ്ണിൽ പൊടി പോയാലും ഫോട്ടോ നന്നായി കിട്ടട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന്. പിന്നെ നല്ല രീതിയിലൊക്കെ എടുത്ത് എൻ്റെ മോള് നല്ല രീതിയിൽ സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഓരോ സെൽഫികളൊക്കെ എടുത്തു. അങ്ങനെ സന്തോഷമായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇങ്ങനെയൊക്കെ പോകുന്നത്. എപ്പോഴും ഹസ്ബൻഡും മോനും അച്ഛൻ ബ്രദറ് അങ്ങനെ എല്ലാവരും തന്നെ ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അമ്മയുടെ വളരെ നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ ഇത്. അമ്മ നല്ലോണം ചിരിച്ച് സുന്ദരിയായിട്ട് നിൽക്കണ ഒരു ഫോട്ടോ. ഇത് ഞാൻ ബാഗിൽ പേഴ്സ് ഉണ്ടോ എന്ന് തപ്പുന്നൊരു ഇതാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന പേഴ്സ് അവിടെ നിന്ന് വാങ്ങിയതാണ്. നല്ല ഭംഗിയുള്ള പേഴ്സ്. ഇത് റൂമിൽ വെച്ച് ഞങ്ങൾ യാത്രയായപ്പോൾ ഫസ്റ്റ് എടുത്ത ക്ലിക്കാണ് കേട്ടോ. പിന്നീട് ഞാനും എൻ്റെ മോളും എൻ്റെ അമ്മയും ഞങ്ങൾ നല്ല രീതിയിൽ സന്തോഷിച്ച്. ഞങ്ങൾ മൂന്നുപേരും കൂടിയുള്ള ലോകം എന്ന് വെച്ചാൽ നല്ല സന്തോഷമായിരുന്നു. ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ മോളെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവളെനിക്ക് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് അയച്ചു തന്നത്. അപ്പോൾ ഞാനതും കൂടി ആഡ് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ മൂന്നുപേരും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ. വീണ്ടും റൂമിലുള്ളൊരു ഫോട്ടോ. എല്ലാം ഇരുന്നോട്ടെ എന്ന് എഴുതി, ഒന്നും വേസ്റ്റ് ആക്കണ്ട. കാരണം 10 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ മധുരയ്ക്ക് പോയത്. മധുര മീനാക്ഷി അമ്മയെ കണ്ടു തൊഴുതു, സന്തോഷമായി. അവിടുന്ന് പ്രസാദം എല്ലാം കഴിച്ചു. ഞങ്ങൾക്ക് സിന്ദൂരം, അതായത് കുങ്കുമം, അത് നമുക്ക് ഇതായിട്ട് തന്നു. അതൊക്കെ വളരെ സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ അധികം സമയം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അതിലൊന്നും നമുക്കൊരു കുഴപ്പവുമില്ല. അമ്മയെ കാണാൻ എത്ര നേരം വേണമെങ്കിലും ക്യൂ നിൽക്കാൻ നമ്മൾ തയ്യാറാണ്. എൻ്റെ മോൾ പറഞ്ഞ് നമ്മൾക്ക് എത്ര നേരം വേണമെങ്കിലും നിന്നാലും അമ്മയുടെ അനുഗ്രഹം വാങ്ങണം. അവൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കൈ നിറയെ കുപ്പിയോളൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടിയായിട്ടാണ് എൻ്റെ മോള് ഉണ്ടായിരുന്നത്. നമുക്കതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്. ഞാൻ വീണ്ടും എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഇങ്ങനെ കൊടുക്കണേണ് കേട്ടോ. എനിക്കിതൊന്നും മാറ്റാനേ തോന്നുന്നില്ല. നമ്മുടെ ഒരേ സന്തോഷമല്ലേ ഇതൊക്കെ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇടണേണ് കേട്ടോ. കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോട്ടാ. പക്ഷേ എൻ്റെ സന്തോഷമാണ് ഇതൊക്കെ.
എനിക്കിത് വളരെയധികം സന്തോഷമുള്ള ഒരു ഇതാണ്. എൻ്റെ അമ്മയുടെ മുഖം കണ്ട കാറ്റ് വന്നിട്ട് ഇങ്ങനെ ചുളിച്ച് പിടിച്ചതാണ് കേട്ടോ. പാവം അമ്മക്ക് കാലുകൊണ്ട് ഒട്ടും വയ്യായിരുന്നു. വളരെയധികം കാലുവേദന എടുത്ത് അത് സഹിച്ചാണ് എൻ്റെ അമ്മ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു മോശം അനുഭവം ഉണ്ടായിട്ടോ. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ദേ ഗുഡ് മോർണിംഗ് ഒരു 2 കുട്ടികൾ ഇങ്ങനെ ഇടണ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നത് ചേർത്തതാണ് കേട്ടോ. ഞാൻ മോശം അനുഭവം പറയാം. ഇത് ഞാൻ ഒരുങ്ങണ ഇതാണ് കേട്ടോ. മോശം അനുഭവം ഉണ്ടായത്, എൻ്റെ അമ്മക്ക് കാലുവേദന എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കടയുടെ ഫ്രണ്ടിൽ ഒരു സ്റ്റൂൾ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ആ കടയിൽ കയറിയില്ല. അപ്പോൾ ആ സ്റ്റൂളിൽ അമ്മയോട് ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് സമയം ഇരുന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് യാത്ര ചെയ്യാമല്ലോ എന്ന് കരുതി. അമ്മ ഇരുന്ന് ഒരു 2-3 മിനിറ്റ് ആയപ്പോഴേക്കും ആ കടയിലെ ഉടമസ്ഥൻ വന്നിട്ട് അമ്മയോട് എണീക്കാൻ പറഞ്ഞു. എനിക്ക് പുള്ളിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല, പ്രായം ചെന്ന സ്ത്രീയല്ലേ, കുറച്ച് സമയം ഇരുന്നോട്ടെ എന്ന് ചിന്തിക്കുകയായിരുന്നു. പക്ഷെ അവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വന്നു. ഇപ്പം പൈസയാണ് അവിടെയുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടത്. അതിനു വേണ്ടി മുല്ലപ്പൂക്കാരായാലും പൂവിക്കണ ആൾക്കാരായാലും ഏത് തരം വിൽപ്പനക്കാരായാലും ഓട്ടോക്കാരായാലും പണം കിട്ടാനുണ്ടോ നമ്മളെ സമീപിച്ച് വളരെ സന്തോഷത്തോടുകൂടി അവർ നമ്മളോട് പെരുമാറും. എന്നാൽ എൻ്റെ അമ്മ കാലുവേദന എടുത്ത് ഒരു 3 മിനിറ്റ് ആ സ്റ്റൂളിൽ ഒന്നിരുന്നപ്പോൾ എൻ്റെ അമ്മയോട് എണീക്കാൻ പറഞ്ഞു. എനിക്ക് വല്ലാത്ത അനുഭവം.